ഇനിയിപ്പോൾ റോഡാണ് നമ്മൾ അത്യാവശ്യം. എനിക്കൊക്കെ സുഖമില്ലാതായിപ്പോയി, മക്കൾ രണ്ടും കൂടി കെട്ടിയേക്കൊണ്ട് പോകും. നമുക്ക് റോഡാണ് നമുക്ക് ആവശ്യം. റോഡാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു വയ്യായി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എടുത്തിട്ട് പോകും? നാട്ടുവണ്ടിയിൽ ഇന്ന് യാത്ര പരൂർക്കുന്നിലേക്കാണ്. അവിടെ ഒരു ആദിവാസി ഉന്നതിയുണ്ട്. സർക്കാർ നിർമ്മിച്ചു നൽകിയ ആദിവാസി ഉന്നതി. തീർത്തും മനുഷ്യത്വരഹിതമായ ഇടപെടലാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ, UDFന്റെ ജനപ്രതിനിധികൾ ആ ഉന്നതിയോട് ചെയ്തിരിക്കുന്നത്. നമ്മൾ വയനാടിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാറുള്ളത് ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെ കുറിച്ചാണ്. അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ട്രൈബൽ സെറ്റിൽമെന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ മനോഹരമായ വീടുകൾ നിർമ്മിച്ചു നൽകിക്കൊണ്ടാണ് സർക്കാർ ഇവിടെ ആ മനുഷ്യരെ പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. ഒരു കുന്നിൻ മുകളിലാണ് വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. വളരെ ഗംഭീരമായിട്ട് തന്നെ വീട് നിർമ്മിച്ച് കൊടുത്തിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഭംഗിത. കാടുകളിൽ വനാന്തരങ്ങളിൽ താമസിച്ചിരുന്ന മനുഷ്യരാണ്. അവരെയാണ് സമൂഹത്തിൻ്റെ ഏറ്റവും മുഖ്യധാരയിലേക്ക് സർക്കാർ കൈപിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. പറയട്ടാ, എങ്ങനെയുണ്ട്? ഉഷാറാണോ? സാറാണ്. നമുക്ക് സാറിന് ഒരു കുറവുമില്ല. അന്നും ഒരുപോലെ തന്നെ. വീടൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ സാറാ അടിപൊളി. നേരത്തെ ചെറിയ വീടായിരുന്നല്ലേ? ചെറിയ വീടായിരുന്നു. ചേട്ടാ, എങ്ങനെയുണ്ട് വീടൊക്കെ? വീടൊക്കെ നല്ല വീടാ, ഉഷാറാണ്. ഇപ്പൊ വെള്ളമൊക്കെ കിട്ടിയല്ലേ? വെള്ളം കിട്ടി. ഇവിടുത്തെ വീടൊക്കെ നല്ല സുഖമാണ്, കിടക്കാനും ഉറങ്ങാനും എല്ലാത്തിനും. ഇത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലോട്ട് കടന്നു വരുമ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇവിടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് അനീഷ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ? തെരഞ്ഞെടുപ്പ് പ്രചരണം നല്ല ചൂടിലാണ് ഉള്ളത്. പിന്നെ വലിയ ഇന്നത്തെ സാഹചര്യങ്ങളും വലിയ വീടുകളിലൊക്കെ കയറുമ്പോൾ നമുക്ക് സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് വളരെ ആളുകൾ വലിയ സന്തോഷത്തിലാണ്. ഇപ്പം നല്ല സൗകര്യങ്ങളുണ്ട്. എല്ലാത്തിനും കുഴപ്പമൊന്നുമില്ല. നമുക്ക് റോഡാണ് നമുക്ക് ആവശ്യം. റോഡാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു വയ്യായി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എടുത്തിട്ട് പോകും? വീടൊക്കെ അടിപൊളിയാണ്. ഞങ്ങൾക്ക് പ്രധാനമായിട്ട് റോഡിന്റെ ഒരു ഇനിയിപ്പോൾ റോഡാണ് നമ്മൾ അത്യാവശ്യം. എനിക്കൊക്കെ സുഖമില്ലാതായിപ്പോയി, മക്കൾ രണ്ടും കൂടി കെട്ടിയേക്കൊണ്ട് പോകും. ഇനിയിപ്പോൾ നമുക്കുള്ള റോഡൊന്ന് വയസ്സായ ആൾക്കാരിലുണ്ട്. രാത്രി സുഖമില്ലാണ്ടായി പോകാൻ ബുദ്ധിമുട്ടാണ്. ഗ്രാമപഞ്ചായത്ത് UDF, ബ്ലോക്ക് പഞ്ചായത്ത് UDF, ജില്ലാ പഞ്ചായത്ത് UDF, MLA UDF, MP UDF, അത്രയും വലിയ സംവിധാനം ഈ നാടിനകത്തുണ്ടായിട്ട് ഇതുവരെ ഇവരൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുന്നതിന് വേണ്ട ഒരു ഇടപെടലുകൾ നടത്തിയിട്ടില്ല. ഇവിടെ വീടൊക്കെ നല്ലതാണ്, എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും പ്രശ്നം വെച്ചാൽ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. റോഡിൻ്റെ മാത്രമല്ല, നമ്മളിപ്പോൾ ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഈ പരൂർക്കുന്നിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇവർ ടാർപോളിൻ ഷീറ്റിൽ കടന്ന കുടുംബങ്ങളാണ് ഇവിടെ 100ഓളം കുടുംബങ്ങൾ. അവരെ കൃത്യമായി സർക്കാർ ഇതേപോലുള്ള ഉന്നതിയിൽ കൊണ്ടുവന്ന് കൃത്യമായി എല്ലാവർക്കും 10 സെൻറ്റ് സ്ഥലവും ഇതുപോലെ മനോഹരമായ വീടും വെച്ചു. പിന്നെ ഇപ്പം കുടിവെള്ളവുമായി. ഇവിടെ ത്രിതല പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വാർഡ് മെമ്പർ കോൺഗ്രസിൻ്റെ 35 വർഷത്തോളമായി കോൺഗ്രസിൻ്റെ വാർഡിലാണ് ഈ ഉന്നതി വന്നിരിക്കുന്നത്. ഇവിടെ MP അതുപോലെ MLA എല്ലാം കോൺഗ്രസിൻ്റെ സംവിധാനമായിട്ടും കൂടി ഇവർക്ക് ഒരു റോഡിൻ്റെ കാര്യത്തിൽ ഈ അനാസ്ഥയാണ് ഇതുവരെ നമുക്ക് പൊതുപ്രവർത്തനം നൽകി പറയാനുള്ളത്. ഈ ട്രൈബൽ സെറ്റിൽമെന്റ് മുഴുവൻ ഞങ്ങൾ ചുറ്റി നടന്ന് കണ്ടു. മനോഹരമായ വീടുകളാണ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. ആദിവാസി മനുഷ്യർക്ക് അവർ പരിചയിച്ച് ശീലിച്ച അതേ അന്തരീക്ഷത്തിൽ തന്നെയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് നല്ലൊരു റോഡില്ല എന്നത് തന്നെയാണ്. ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് ഈ സ്ഥലത്തെ MLA ആണ്, MP ആണ്, പഞ്ചായത്താണ്. ഈ സ്ഥലത്തെ MLA കൽപ്പറ്റ MLA T സിദ്ദിഖാണ്, MP പ്രിയങ്ക ഗാന്ധിയാണ്. പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നതും അതേ കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് റോഡ് പണിയുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് അവർ ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു. നാട്ടുവണ്ടി യാത്ര തുടരുകയാണ്. നമുക്ക് മറ്റൊരിടത്ത് വീണ്ടും കാണാം.